ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ മാച്ചിലേക്കോട്ട് പോവാണ്. ഇത് ഞാൻ മാച്ച് റിവ്യൂവിൻ്റെ ആദ്യത്തെ മാച്ചാണ്. ആദ്യത്തെ ഗോൾ ജർമ്മനിയുടെ ആയിരുന്നു. വളരെ മികച്ച ഒരു സ്ക്വയർ പാസ് കൂടി ഒരു ഗോൾ അടിക്കുന്നു. പിന്നെ അപ്പുറത്തെ ടീം അടിച്ചപ്പോൾ നമ്മളെല്ലാവരും കരുതി അവർ വലിയ ബെഡ ടീമാണ്. പിന്നെ കോർണറിൽ നിന്ന് ഒരു ഗോളായി. അതിനുശേഷം അവന്മാർക്ക് ഒരു പെനാൾട്ടി കിട്ടി. ഫസ്റ്റ് ഹാഫിൽ തന്നെ അവന്മാർ അത് 3-1 ഫസ്റ്റ് ഹാഫും തീർത്തു. പിന്നെ ജമാൽ മുഷിയാല 4ാമത്തെ ഗോൾ അടിക്കുന്നു. പിന്നെ ഒരു ഗോൾ അടിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഗോളോടെയും അത് കിട്ടില്ലാണ് കിട്ടുന്നത്. എനിക്ക് മാത്രം ഇഷ്ടമായി. അവൻ്റെ ഒരു ടീം കോർഡിനേഷനും കൂടി അടിക്കുന്നു. പിന്നെ ഒരു ഗോൾ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഗോളോടെ അടിക്കുന്നു. കഴിഞ്ഞു. ഇത്രയും വെരി സിമ്പിൾ. അങ്ങനെ കളി കഴിഞ്ഞു 7-1. പിന്നെ ജർമ്മനിയുടെ ഗെയിം പ്ലേ ആബ്സല്യൂട്ട് സിനിമ. അവർക്ക് നല്ല പ്ലെയേഴ്സ് ഉണ്ട്. അവർക്ക് കറക്റ്റായിട്ടുള്ള ടീം കോർഡിനേഷൻ ഉണ്ട്. അവരുടെ തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. മൂളവരും തമ്മിൽ അതിപ്പോഴും ജർമ്മനീനെ വിട്ട് പോയിട്ടില്ല. പിന്നെ അവൻ്റെ ജമാൽ മുസിയാലയിലൊക്കെ കളിയൊക്കെ നന്നായിരുന്നു. സ്റ്റിൽ മാൻ ഓഫ് ദ മാച്ച് ആയത് ഇവനാണ്. കൈ ഹാർവട്ട് എന്നാണ് കണ്ടത്. ഇവൻ്റെയൊക്കെ സ്റ്റാറ്റ്സ് ഒക്കെ, അതായത് ഇവനെ നല്ല മാർക്കറ്റിംഗ് വാല്യൂ ഉണ്ട്. ആർസണൽ പ്ലെയറാണ്. കളിയാണ്. ഞാൻ കളിയിൽ ഇവനെയായിരുന്നു കൂടുതലും കണ്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നത് ചെങ്കൻ ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജമാൽ മൂസിയാലായിരുന്നു 4ാമത്തെ ഗോൾ അടിച്ചത്. ഇനി നമുക്ക് നേരെ നമ്മുടെ ജപ്പാൻ്റെ കളിയെ പറ്റി സംസാരിക്കാം. ഒരു ആബ്സല്യൂട്ട് സിനിമയിൽ അതിൻ്റെ അതേ പോയിന്റ് അവരിവിടെ നിലനിർത്തി. മാൻ ഓഫ് ദ മാച്ച് വിർജിൽ വാൻ ഡൈക്ക്. കിടിലൻ പെർഫോമൻസ് ആണ് കേട്ടോ. ആ ഗോളൊക്കെ ആൾക്ക് ഇങ്ങനെ വാങ്ങി ഇങ്ങനെ കളിച്ച പോലെ ഉണ്ട്. ആബ്സല്യൂട്ട് സിനിമ തന്നെയായിരുന്നു. പിന്നെ നിങ്ങൾ ഈ റേറ്റിംഗ് നോക്കണ്ട. ജപ്പാൻ ടീമിൻ്റെ ഇതൊക്കെ ഫുള്ള് പൊട്ടത്തരാണ്. ഇങ്ങനെയൊന്നല്ല ഈ റേറ്റിംഗ് ഉള്ളത്. പിന്നെയുള്ളതായിരുന്നു അയർലൻഡ്, ഇക്വഡോറിൻ്റെയും സ്വീഡൻ്റെയും കളി. അതിൽ നല്ലൊരു കളി തന്നെയായിരുന്നു. മാൻ ഓഫ് ദ മാച്ച് ആർക്കൊക്കെ കിട്ടി. ഞാൻ ഈ 2 കളികളും കണ്ടിട്ടില്ല. എന്നാലും ഇരു ടീമുകളും ലൈക്ക് 2 മാച്ച് കിട്ടില്ലായിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, we got the next Luis Figo before GTA 6. And I feel my life has just begun, and I can't wait. ലൂയിസ് ഫിഗോ 2.0ക്ക് മുന്നും ബെർണാർഡോ സിൽവ സൈനിങ് കണ്ടു. അതിനുശേഷം ദാണ്ടെ ലൂയിസ് ഫിഗോ 2.0. ഐ ആം വെരി എക്സൈറ്റഡ്. എങ്ങനെയായിരിക്കും ചെക്കൻ്റെ കളി എന്ന് കാണാൻ റയൽ മാഡ്രിഡിൽ. പിന്നെ മൊറീനോ ഈസ് കുക്കിംഗ് എന്ന് പറഞ്ഞ മൊറീനോ ഈസ് കുക്കിംഗ്. റയൽ മാഡ്രിഡിൽ വന്നിട്ട് ഒരു മാച്ച് പോലും തുടങ്ങിയിട്ടില്ല. സീസൺ തുടങ്ങിയിട്ടില്ല. ആള് പെപ്പേനെ അസിസ്റ്റന്റ് കോച്ചായി വെച്ചു. അതായത് ഒരു സമയത്ത് മൊറീനോ കോച്ച് ചെയ്ത ഒരു പ്ലെയറാണ് ഇപ്പോൾ മൊറീനോയുടെ അസിസ്റ്റൻ്റായി നിൽക്കുന്നു. പിന്നെ കുറേ പേര് പറയുന്നുണ്ട് എംബാപ്പേൻ്റെ ഡിക്റ്റേറ്റർഷിപ്പ് കാരണം മൊറീനോയ്ക്കൊന്നും ആവില്ല എന്ന്. ബട്ട് റിമെമ്പർ ദി പ്ലേയേഴ്സ് ഹീ വൺസ് കോച്ച്ഡ്. സ്ലാട്ടാനെ വരെ കോച്ച് ചെയ്തൊരു വ്യക്തിക്ക് ഈഗോ താങ്ങാൻ പറ്റില്ല എന്നോ. ബ്രോ, വാട്ട് ആർ യു ടെല്ലിങ്?